പ്രിയപ്പെട്ട റിയാസ് മന്ത്രി അറിയാൻ, ബേപ്പൂർ തുറമുഖവും ബേപ്പൂർ സുൽത്താനും ഗംഭീരമാണ്. പക്ഷെ അവിടുത്തെ വള്ളംകളിയും വെള്ളംകളിയും ആലപ്പുഴ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഉത്തരം വളർന്നിട്ടില്ല, ഇനി അങ്ങോട്ട് വളരുകയുമില്ല. ഇത് വെറും ഒരു വള്ളംകളി അല്ല സഖാവെ. കഴിഞ്ഞ 72 വർഷമായി കുട്ടനാട്ടുകാരുടെ മാത്രമല്ല മറുനാട്ടുകാരുടെ എത്രയോ ആളുകളുടെ വികാരമാണ് വള്ളംകളി എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ നാട്ടിലെത്തി ഒരു ട്രയൽ റൺ കണ്ടാൽ പോലും താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിന്റെ വിനോദസഞ്ചാരം എന്ന് പറയുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയെ ഒഴിച്ചു നിർത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും സഖാവെ? 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 വള്ളങ്ങൾ ഞങ്ങളുടെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മത്സരിക്കാനെത്തും. അത്തരം വള്ളങ്ങളെ പങ്കെടുപ്പിച്ച്, അത്രയും ആരാധകരെ പങ്കെടുപ്പിച്ച് താങ്കൾക്കൊരു വള്ളംകളി നടത്താനുള്ള ചങ്കൂറ്റമുണ്ടോ റിയാസ് സഖാവെ? 75 വള്ളങ്ങൾ, അതിലെ തുഴച്ചിൽക്കാർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്നണിക്കാർ, കരയ്ക്ക് അപ്പുറവും ഇപ്പുറവും ടെലിവിഷനുകളുടെ മുമ്പിലിരിക്കുന്ന ആരാധകർ, എത്രയോ ലക്ഷങ്ങളാണ് സർ. അത്രയും അധികം ആളുകളെ ആക്കിക്കൊണ്ടാണ് സാറിന്റെ ബേപ്പൂർ വള്ളംകളിക്ക് 2.5 കോടി അനുവദിക്കാൻ താങ്കളും മുഖ്യമന്ത്രിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ട്രയൽ നടത്തിയ കണക്കിൽ മാത്രം ഒരു വള്ളത്തിന് 1/2 കോടിയിലധികം ചെലവുണ്ട് സർ. ആ ബോണസും ആ സമ്മാനവും പ്രതീക്ഷിച്ച് മാത്രമല്ല അവർ വള്ളംകളിക്ക് ഇറങ്ങുന്നത്, മറിച്ച് അവരുടെ വികാരത്തെ നെഞ്ചോട് അടുപ്പിക്കാനാണ്, നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനാണ്. അത് വെറും ഒരു വള്ളംകളിയല്ല സർ. അതാണ് സാർ, സഖാവ്, മന്ത്രി മനസ്സിലാക്കേണ്ടത്. വയനാടിന്റെ പേരിൽ നെഹ്റു ട്രോഫി വേണ്ടെന്ന് വെച്ചു, CBL വേണ്ടെന്ന് വെച്ചു. പക്ഷെ ബേപ്പൂർ വള്ളംകളിക്ക് ഒരു പ്രശ്നവുമില്ല സർ. വയനാടിൽ നിന്നും ആലപ്പുഴ അധികം ദൂരമാണ് സർ. ബേപ്പൂർ തൊട്ടടുത്താണ്. അവിടെ ഒരു കളി 2.5 കോടി രൂപ മുടക്കി നടത്താമെങ്കിൽ 1 കോടി രൂപ മാത്രം ചോദിച്ച ഞങ്ങളുടെ വള്ളംകളിക്ക് എന്താണ് സർ പ്രശ്നം? നടക്കൂല സാറേ. കായലിൽ നിന്നും ചെളികുത്തി കരയുണ്ടാക്കിയ നാട്ടുകാരാണ്. നെല്ല് കൊയ്യുന്നവരുടെ കൈവിളകളാണ്. ഗൾഫിലെ അധ്വാനം മുഴുവൻ വള്ളംകളിക്ക് ചെലവഴിക്കുന്നവരാണ്. അവധിക്കാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാതെ വള്ളംകളിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന പട്ടാളക്കാരാണ്. അതിനപ്പുറം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ ലോകത്തെമ്പാടുമുള്ള വള്ളംകളിയാണ് സർ നെഹ്റു ട്രോഫി വള്ളംകളി. 1952 താങ്കളുടെ പ്രായത്തിനേക്കാളും എത്രയോ ഉയർന്നതാണ് സർ ഞങ്ങളുടെ വള്ളംകളിയുടെ പ്രായം. വള്ളംകളിയെ പ്രോത്സാഹിപ്പിക്കാൻ, വള്ളം കളിപ്പിക്കാൻ, വള്ളത്തിൽ തുഴയാൻ, ആർപ്പോ ഈറോ എന്ന് ആർത്തു വിളിക്കാൻ കരയിലെമ്പാടും തടിച്ചുകൂടുന്ന ഇത്രയും അധികം ആളുകളെ ആക്കിക്കൊണ്ട് വേണ്ട സാർ താങ്കളുടെ ഈ ബേപ്പൂർ വള്ളംകളിക്ക് വേണ്ടിയുള്ള 2.5 കോടി രൂപ. അപ്പൊ എങ്ങനെ നാട്ടുകാരെ, നമുക്ക് ഒത്തുചേരണ്ടേ? വി വോണ്ട് വള്ളംകളി എന്ന ഹാഷ്ടാഗിൽ നമുക്ക് വള്ളംകളിക്ക് വേണ്ടി ഒത്തുചേരാം. ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം അണിചേരാൻ. അപ്പൊ നമുക്ക് വി വാണ്ട് വള്ളംകളി.